അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ 2024 നടന്ന അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കണ്ട് മനസ്സിലാക്കണം ഏതെല്ലാം രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന്. പ്ലേലിസ്റ്റ് നോക്കുന്ന വിധം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ ചാനലിൻ്റെ പേരുണ്ടാവും, അൽ ഇഹ്സാൻ 30K എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആകും. ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ കാണാം പ്ലേലിസ്റ്റ് എന്ന്, കണ്ടോ, പ്ലേലിസ്റ്റ് എന്ന് കാണാം. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ആകും. പ്ലേലിസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും ഓരോ ക്ലാസ്സിൻ്റെത് കണ്ട, വാർഷിക പരീക്ഷ 1ാം ക്ലാസ്സിൻ്റെത്, ഇത് 3ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ, ആ വിഷയങ്ങളൊക്കെ അതിലുണ്ടാകും. പിന്നെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാം. അതുപോലെ ഫിഖ്ഹ് പാർട്ട് 2 3ാം ക്ലാസ്സിൻ്റെത് 6 പാഠങ്ങൾ അവിടെ നോക്കിയാൽ കാണാം. അതേപോലെ മറ്റുള്ള പരീക്ഷകളിലൊക്കെ ഉണ്ടാവും. അടിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. വാർഷിക പരീക്ഷ 3ാം ക്ലാസ്, 2ാം ക്ലാസ് വാർഷിക പരീക്ഷ, 7ാം ക്ലാസ് വാർഷിക പരീക്ഷ. ഇതിൽ 9 വീഡിയോസ് ഇതിലുണ്ട്, ഇതിൽ 7 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ചോദ്യം വായിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിൻ്റെ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? ആൻസർ 11ാം വർഷം. എത്രാം വർഷമാണ്? 11ാം വർഷം. രണ്ടാമത്തേത്, ഈ വസ്ത്രം ധരിക്കുന്നത് നല്ല സംസ്കാരമല്ല. ഏത് വസ്ത്രം ധരിക്കല? ആൻസർ ഇറുകിയ വസ്ത്രം ധരിക്കലാണ് നല്ല സംസ്കാരമല്ലാത്തത്. 3. അദാനും ഇഖാമത്തും സ്വപ്നത്തിൽ കണ്ട സ്വഹാബി. വാങ്കും ഇഖാമത്തും സ്വപ്നത്തിൽ കണ്ടല്ലോ, ആ സ്വഹാബിയുടെ പേരെന്താ? ആൻസർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. 4. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ് ഏത്? ഫാത്തിഹ ഓതൽ. ഏതാണത്? ഫാത്തിഹ ഓതലാണ് നിസ്കാരത്തിൻ്റെ ഫർളിൽ പെട്ടത്. 5. റമദാനിലെ ആദ്യ 10 നാളുകൾ, അതിന് പറയുന്ന പേരെന്താ? റഹ്മത്ത്. എന്ത് 10 എന്നാ പറയുക? റഹ്മത്തിൻ്റെ 10 എന്നാ പറയുക. 6. സ്വർഗത്തിലെ റയ്യാൻ എന്ന പ്രത്യേക കവാടം, അതാർക്ക് വേണ്ടി തയ്യാറാക്കിയത് റയ്യാൻ എന്ന കവാടം? ആൻസർ നോമ്പുകാർക്ക്. 7. ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. എവിടേക്കാണ് ഇടതുകാൽ വെച്ച് പ്രവേശിക്കാൻ പാഠത്തിൽ പറഞ്ഞത്? ആൻസർ ടോയ്ലറ്റിലേക്ക്. 8. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. ആരുടേത്? ആൻസർ സ്ത്രീയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്താണ്? ഔറത്താണ്. ഇനി 9. സൂര്യൻ അസ്തമിച്ച സമയം ആരംഭിക്കുന്നു. സൂര്യൻ അസ്തമിച്ചാൽ സമയം ആരംഭിക്കുന്നു. അത് ഏത് നിസ്കാരത്തിൻ്റെയാ? സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇന്നത് വരെ എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ, അത് ഏത് നിസ്കാരത്തിൻ്റെയാണ്? ആൻസർ മഗ്രിബിൻ്റെയാണ്. മഗ്രിബിൻ്റെ സമയമാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇശാ വരെ എന്നത്. 10. അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ, വാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക? അവൻ്റെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി അടുത്ത ചേരുംപടി ചേർക്കുക. 11. വിസർജനം കഴിഞ്ഞാൽ, ആൻസർ ഡി, ശബ്ദിക്കരുത്. വിസർജനം കഴിഞ്ഞാൽ ആൻസർ ഡി എന്താണ്? ശുദ്ധീകരണം. ആൻസർ ശുദ്ധീകരണം, ശബ്ദിക്കരുത് എന്നല്ല, ആൻസർ ശുദ്ധീകരണം എന്നാണ്. വിസർജനം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശുദ്ധീകരണം ചെയ്യണം. 12. എല്ലാ സമയത്തും, ആൻസർ സി, ഔറത്ത് മറക്കണം. എല്ലാ സമയത്തും എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. 13. സമയമായാൽ ഉടനെ, ആൻസർ എ, നിസ്കരിക്കണം. സമയമായാൽ ഉടനെ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. 14. അദാന് ഇഖാമത്ത് കേട്ടാൽ, വാങ്കും ഇഖാമത്തും കേട്ടാൽ എന്ത് ചെയ്യണം? ആൻസർ ബി, ഇജാബത്ത് ചെയ്യണം. അങ്ങനെയുള്ള ചേരുംപടി ചേർക്കാനുള്ള സമയത്ത് ഈ ഭാഗത്തുള്ളതും ആദ്യം ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക, പിന്നീട് ഈ സൈഡിലുള്ളതും ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിന് ശേഷം ചേരുംപടി ചേർക്കാൻ വേണ്ടി തയ്യാറാവാൻ പാടുള്ളൂ. ഇനി പൂരിപ്പിക്കുക. 15. ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹില്ലദി ഡാഷ് അദാ വആഫാനി. ഏതാണത്? ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലാണ്ടല്ലോ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതാണ് ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഇനി 16. അഖാമ അല്ലാഹു അദാമഹ വജഅലനി ഡാഷ്. അഖാമ അല്ലാഹു അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. ഖദ് ഖാമത്തി സ്വലാത്ത്, ഖദ് ഖാമത്തി സ്വലാ. ഇഖാമത്തിലെ ഖദ് ഖാമത്തി സ്വലാ എന്ന് കേൾക്കുമ്പോൾ ചൊല്ലാനുള്ള ദിക്റാണത്. 17. സുബഹ് നിസ്കാരത്തിൻ്റെ സമയം ഡാഷ് മുതൽ സൂര്യോദയം വരെ. ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യോദയം വരെ.
18 വറസുഖന ഡാഷ് യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് വറസുഖന ശഫാഅത്തുഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. വാങ്കിന് ശേഷമുള്ള ദുആ, ആ ദുആയിലെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 19 അല്ലാഹുമ്മ ത്വഹിർ ഖൽബി ഡാഷ് വ ഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വ ഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. മലമൂത്ര വിസർജനം ചെയ്ത് ശൗചം ചെയ്തതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റാണത്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 അന്ത്യനാളിൽ ഉന്നത ശീർഷരാകും ആര്? അന്ത്യനാളിൽ ഉന്നത ശീർഷരാകും ആര്? ആൻസർ മുഅദ്ദിനുകൾ. ആൻസർ എന്താണ്? മുഅദ്ദിനുകൾ. നമ്മളെ ഫിഖ്ഹിലെ ഓരോ പാഠത്തിലെയും അവസാനത്തെ കോളങ്ങൾ അതിൻ്റെ അറബിയും അതിൻ്റെ അർത്ഥങ്ങളും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഫിഖ്ഹിൽ നിന്നല്ല, ദുറൂസുൽ ഇസ്ലാമിലും അത് കൃത്യമായിട്ട് പഠിക്കണം. അവിടെ നിന്ന് ചോദ്യം വരും. ഈ 20ാമത്തെ ചോദ്യം ഇപ്പോൾ അങ്ങനെ ഒരു കോളത്തിൽ നിന്ന് വന്ന ചോദ്യമാണത്. 21 വൈകുന്നേരം സുമാർ 3:30 മണിക്കും 6 മണിക്കും ഇടയിലുള്ള നിസ്കാരം ഏത്? വൈകുന്നേരം സുമാർ 3:30 മണിയുടെയും അതുപോലെ തന്നെ 6 മണിയുടെയും ഇടയിലുള്ള, ഇതിൻ്റെ ഇടയിലുള്ള നിസ്കാരം ഏതാണ്? ആൻസർ അസർ നിസ്കാരം. ഏതാ നിസ്കാരം? അസർ നിസ്കാരം. 22 പുരുഷന്മാർക്ക് ഏത് വസ്ത്രമാണ് ഉത്തമം? പുരുഷന്മാർക്ക് ഏത് വസ്ത്രമാണ് ഉത്തമം? വെള്ള. ആൻസർ വെള്ള വസ്ത്രമാണ് ഉത്തമം. 23 സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ആൻസർ ടോയ്ലറ്റ്. 24 റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക രാവ്. റമദാൻ മാസത്തിലെ പ്രത്യേക രാവ് ഏതാ? ആൻസർ ലൈലത്തുൽ ഖദ്ർ. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25 ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ, ഇരുന്ന് നിസ്കരിക്കുന്നവൻ, നിന്ന് നിസ്കരിക്കുന്നു, അങ്ങനെ ഓരോ രൂപങ്ങളും ഖിബിലൻ്റെത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ച് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? ആൻസർ നെഞ്ചും മുഖവും കൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. 26 വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം? ആൻസർ കല്ലു, ടിഷ്യൂ പോലെയുള്ള വസ്തുക്കളെ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. ഇനി 27ാമത്തെ ചോദ്യം ഇവിടെ മറഞ്ഞു പോയിട്ടുണ്ട്. ചോദ്യം തുമഇനീനത്ത് എന്നാൽ എന്ത് എന്നുള്ള. എന്താണ് തുമഇനീനത്ത്? ആൻസർ ഒരു റുക്കിനിലേക്കുള്ള വരവും പോക്കും വേർതിരിയുന്ന വിധത്തിൽ നിശ്ചലമാകുന്നതാണ് തുമഇനീനത്ത്. എന്താണ്? ഒരു റുക്കിനിലേക്കുള്ള വരവും പോക്കും വേർതിരിയുന്ന വിധത്തിൽ നിശ്ചലമാകുന്നതാണ് തുമഇനീനത്ത്. ഇനി 28 റമദാൻ നോമ്പിൻ്റെ നിയ്യത്ത് എഴുതുക. എന്താ നിയ്യത്ത്? നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29 പരിശുദ്ധ കഅബ. കഅബയെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് പരിശുദ്ധ കഅബ. ആദം നബി അലൈഹി സ്വലാമിൻ്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിരുന്നു. കഅബയാണ് നമ്മുടെ ഖിബില. ഖിബിലയിലേക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. എങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? കഅബയെക്കുറിച്ച് എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കണം. ചോദ്യങ്ങൾ വന്നത് മനസ്സിലാകും. ഏതെല്ലാം രീതിയിൽ ആകെ 7 പാഠമാണ് നമുക്കുള്ളത് ഫിഖ്ഹിൽ. അപ്പോൾ കൃത്യമായിട്ട് ചോദ്യപേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഒരുപാട് ഉപകാരപ്പെടും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുകയാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും കൂടുതൽ പഠിക്കാനും പഠിച്ചത് ഹിഫ്ളിൽ നിൽക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഓർമ്മശക്തി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഉന്നതമായ വിജയം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.